ഹലോ, പ്രാച്ചസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കേ കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ, ഫിഷ് കട്ട്ലേറ്റ്. അപ്പോൾ വായോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കട്ട്ലേറ്റിൽ ചേർക്കാനുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും കുക്കറിലിട്ട് 3 വിസിൽ വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ടൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുമ്പോഴേക്കും പെരിഞ്ചീരകം ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് സവാള ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള ഒരുപാട് അങ്ങ് വഴന്ന് പോകണ്ട, ഒരു മീഡിയം. എന്നിട്ട് വഴന്ന സവാളയിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. മീൻ ഉപ്പിൽ വേവിച്ച് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ടതിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ചൂടാറിയ ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പാക്കിയെടുത്ത് മുട്ടയും കോൺഫ്ലവറും മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കിയെടുക്കണം കേട്ടോ. ഈ കോൺഫ്ലവർ ആഡാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇച്ചിരി ക്രിസ്പി ആയിട്ടും അത് പൊട്ടിപ്പോവാതെ നമുക്ക് കിട്ടുവേ. എന്നിട്ട് ബ്രെഡ് ക്രംസിലും മുക്കി കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ മിക്സ് നമുക്ക് ഇച്ചിരി ലൂസായിട്ട് തോന്നുവാണെങ്കിലുണ്ടല്ലോ ടൈറ്റ് ആക്കാനായിട്ട് ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ, അപ്പോൾ ടൈറ്റായി കിട്ടിക്കോളും. എന്നിട്ടൊരു പാൻ വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും കട്ട്ലേറ്റ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ എടുക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മീൻ കട്ട്ലേറ്റ് റെഡി. ഇച്ചിരി ടൊമാറ്റോ സോസിലൊക്കെ മുക്കി കഴിച്ചാൽ അടിപ്പൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് സെറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസ് ആയിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൾ അമർത്താനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ടാറ്റാ.